ഹലോ ഗായ്സ്, എല്ലാവർക്കും ബന ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിൻഡോസിലെ പെയിന്റ് 3D എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പെയിന്റ് 3D എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ തന്നെ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിനി അതെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ പെയിന്റ് 3D എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ഇമേജ് ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മാജിക് സെലക്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ കാണാൻ വേണ്ടി കഴിയും. ഈ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് നൽകുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ഒബ്ജക്റ്റിന് ചുറ്റും നമുക്കൊരു ഔട്ട്ലൈൻ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിനെന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഈ ആഡ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പോർഷൻ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ റിമൂവ് എന്ന ടൂൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് വളരെ വലിയ കുഴപ്പമില്ലാത്തൊരു ഇമേജാണ്. അതുകൊണ്ട് ഞാൻ ഡൺ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും നമ്മുടെ ഈ ഒരു ഇമേജും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ക്യാൻവാസ് എന്നതിൽ പോയിക്കൊണ്ട് ഷോ ക്യാൻവാസ് എന്നത് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം മെനുവിൽ പോയി ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രാൻസ്പെറൻസി എന്നൊരു ഓപ്ഷനുണ്ട്, അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇമേജ് കിട്ടുകയുള്ളൂ. അതിനുശേഷം സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം.